Hello friends, welcome to our channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോഗ്രാമിംഗ് പാരഡിഗം സബ്ജക്റ്റിലെ മൊഡ്യൂൾ 2 വരുന്ന ടോപ്പിക്സ് ആണ് ഡാറ്റ ടൈപ്സ്, ടൈപ്പ് സിസ്റ്റംസ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കേണ്ടത് ഡാറ്റ ടൈപ്സ് ആണ്. അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് എന്താണ് ഡാറ്റ ടൈപ്പ്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സ് ഒക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. കാരണം നമ്മൾ ഡിഫറെൻറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ പ്രോഗ്രാം ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ ഈ ഒരു സബ്ജക്റ്റ് എങ്ങനെയായിപ്പോയി, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ, പക്ഷെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടും ഒക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പം അതിൽ ഓരോ ടോപ്പിക് എന്ന് പറയുന്നതും ചെറിയ സിമ്പിൾ ടോപ്പിക്കുകളാണ്, നമുക്ക് അറിയാവുന്ന ടോപ്പിക് തന്നെയാണ്. പക്ഷെ നമ്മളത് എക്സാമിന് വരില്ല എന്ന് വെച്ചിട്ട് നമുക്ക് ഒരു ടോപ്പിക്ക് പോലും നമുക്ക് സ്കിപ്പ് ചെയ്ത് കളയാൻ പറ്റില്ല. കാരണം ഏതിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത് നമുക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ സെക്കൻഡ് മൊഡ്യൂളിലെ ഫസ്റ്റ് ടോപ്പിക് തന്നെയാണിത്, ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഡാറ്റ ടൈപ്പ് ഈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് എൻ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഇൻഫോർമേഷൻ. അറിയാവുന്ന കാര്യമാണ് അല്ലേ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻഫോർമേഷൻ ഉണ്ട്. അതിനെ ക്ലാസിഫൈ ചെയ്യണത് എന്ത് ഉപയോഗിച്ചിട്ടാണ്, ഡാറ്റ ടൈപ്പ് ഉപയോഗിച്ചിട്ടാണ്. Then data types are essential to any computer programming language. ഏതൊരു പ്രോഗ്രാം ചെയ്യണമെങ്കിലും പ്രോഗ്രാമിലേക്ക് എന്ത് വേണം, വേരിയബിൾസ് വേണം അല്ലേ. വേരിയബിൾസ് ഡിക്ലെയർ ചെയ്ത് വെക്കണമെങ്കിൽ ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്ത് വെക്കുന്നത്. Then without them it become very difficult to maintain information within a computer program. അതുപോലെ തന്നെ ഓരോ ഡാറ്റ ടൈപ്പിന്റെയും സൈസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. Different data type have different size in memory depending on the machine and compilers. Okay. Then most programming languages support ചെയ്യുന്ന കുറച്ച് ഡാറ്റ ടൈപ്സ് ഉണ്ട് അല്ലേ. അതായത് ഇൻറ്റീജർ, അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് പോയിന്റ്, അതുപോലെ ക്യാരക്ടേഴ്സ് ആൻഡ് ബൂളിയൻസ്. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ ഓരോന്നിനും എന്താ ഡിഫറെൻറ്റ് സൈസ് ആണ് വരുന്നത് അല്ലേ. A data type constrain the value that an expression such as variable or a function might take. അപ്പോൾ ഒരു ഡാറ്റ ടൈപ്പ് എന്ന് പറയുമ്പോൾ അത് എന്തൊക്കെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്, ഓപ്പറേഷൻ ദാറ്റ് ക്യാൻ ബി ഡൺ ഓൺ ദി ഡാറ്റ, അതുപോലെ തന്നെ മീനിങ് ഓഫ് ദി ഡാറ്റ ആൻഡ് ദി വേ വാല്യൂസ് ഓഫ് ദാറ്റ് ടൈപ്പ് ക്യാൻ ബി സ്റ്റോർഡ്. എ ഡാറ്റ ടൈപ്പ് പ്രൊവൈഡ് എ സെറ്റ് ഓഫ് വാല്യൂസ് ഫ്രം വിച്ച് ആൻ എക്സ്പ്രഷൻ, അതായത് വേരിയബിൾസ് അതുപോലെ തന്നെ ഫംഗ്ഷൻ അല്ലേ, അങ്ങനെയുള്ള കേസുകൾ may take its values. Okay. അതുപോലെ ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത് യൂസ്ഡ് വിത്തിൻ ടൈപ്പ് സിസ്റ്റം. ഓക്കെ, വിച്ച് ഓഫർ വേരിയസ് വേസ് ഓഫ് ഡിഫൈനിങ്, ഇംപ്ലിമെന്റിങ് ആൻഡ് യൂസിങ് ദം. അപ്പോൾ ഈ ഡിഫറെൻറ്റ് ടൈപ്പ് സിസ്റ്റം എന്ന് പറയുന്നത് എൻഷുർ വേരിങ് ഡിഗ്രി ഓഫ് ടൈപ്പ് സേഫ്റ്റി. അപ്പോൾ ടൈപ്പ് സിസ്റ്റം എന്ന് പറയുന്നത് വേറൊരു ടോപ്പിക് തന്നെയാണ്. അപ്പോൾ നമുക്കതിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഇനി നോക്കേണ്ടത് കോമൺ ഡാറ്റ ടൈപ്സ് ആണ്. നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഇൻറ്റീജർ, ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ, ക്യാരക്ടർ, സ്ട്രിംഗ്, അതുപോലെ ബൂളിയൻ. ദെൻ ഇത് നമുക്ക് നോക്കേണ്ടത് അതിൻ്റെ സിൻടാക്റ്റിക് ആണ്. അപ്പോൾ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് എപ്പോഴും എന്തിൻ്റെ കൂടെയാണ്, അതായത് ഒരു വേരിയബിളിൻ്റെ കൂടെ ആയിരിക്കും അല്ലേ. അതായത് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത് ടൈപ്പ് വെച്ചിട്ടാണ്. A type is a purely syntactic label associated with a variable when it is declared. അല്ലേ, നമുക്കറിയാവുന്ന കാര്യമാണ്. Such definition of type do not give any semantic meanings to types. Okay, അതാണ് അതിൻ്റെ syntactic പറയുന്നത്. Then ഇനി നമുക്ക് നോക്കേണ്ടത് ക്ലാസസ് ഓഫ് ഡാറ്റ ടൈപ്സ് ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത് പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ്. അതിൽ രണ്ട് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ഒന്ന് പറയുന്നത് ബേസിക് ടൈപ്പ് ആണ്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ബിൽറ്റ് ഇൻ ടൈപ്പ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു ബേസിക് ടൈപ്പ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ ബേസിക് ടൈപ്പ് ഈസ് എ ഡാറ്റ ടൈപ്പ് പ്രൊവൈഡഡ് ബൈ എൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആസ് എ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക്. അതായത് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ടൈപ്പ് ജനറേറ്റ് ചെയ്യണത്, ക്രിയേറ്റ് ചെയ്യണത് എന്ത് വെച്ചിട്ടാണ്, ബേസിക് ടൈപ്പ് വെച്ചിട്ടാണ്. Most languages allow more complicated composite types to be recursively constructed starting from basic types. Okay, next എന്ന് പറയുന്നത് built-in type ആണ്. അപ്പോൾ a built-in type is a data type for which the programming language provides built-in support. Okay, അപ്പോൾ അതാണ് രണ്ട് ക്ലാസിഫിക്കേഷൻ, ബേസിക് ടൈപ്പ് അതുപോലെ തന്നെ built-in type. Then ഇനി പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സിൽ തന്നെ വരുന്ന കുറച്ച് ഡാറ്റ ടൈപ്സ് ഉണ്ട്. ഇനി അതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ അതിൽ ഫസ്റ്റ് നോക്കേണ്ടത് മെഷീൻ ഡാറ്റ ടൈപ്സ് ആണ്. All data in computers based on digital electronics is represented as bits.
അതായത് 0 and 1. Then the smallest addressable unit of data is usually a group of bits. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് അല്ലേ? Called a byte. Then the unit processed by machine code instruction is called a word. അപ്പോൾ typically എന്തായിരിക്കും 32 or 64 bits ആയിരിക്കും. അപ്പോൾ അതാണ് മെഷീൻ ഡാറ്റ ടൈപ്സിൽ പറയുന്നത്. Then primitive data types അടുത്ത വരുന്ന ഡാറ്റ ടൈപ്പ് ആണ് ബൂളിയൻ ഡാറ്റ ടൈപ്പ്. അപ്പോൾ അതിൽ വാല്യൂ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഒന്നെങ്കിൽ ട്രൂ ആയിരിക്കാം അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കാം അല്ലേ? ദി ബൂളിയൻ ടൈപ്പ് റെപ്രസെന്റ് ദി വാല്യൂ ട്രൂ ആൻഡ് ഫോൾസ്. Many programming languages do not have an explicit boolean type. അപ്പോൾ അങ്ങനെയുള്ള കേസ് ആവുമ്പോൾ ട്രൂ ഫോൾസ് എന്നുള്ള കേസ് വരുമ്പോൾ 0 എന്ന് പറയുന്നത് ഫോൾസിനെ റെപ്രസെന്റ് ചെയ്യും, അതുപോലെ ട്രൂ എന്ന് പറയുന്നത് എന്താ? 1 ആണ്. 1 എന്ന് പറയുന്നത് ട്രൂവിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ, then Boolean data refers to the logical structure of how the language is interpreted to the machine language. അതാണ് Boolean type. ഇനി നമുക്ക് നോക്കേണ്ടത് ന്യൂമറിക് ടൈപ്സ്. അപ്പം അതിൽ വരുന്നതാണ് ഇൻറ്റീജർ. എന്താണ് ഇൻറ്റീജർ നമുക്കറിയാം അല്ലേ? അതായത് എ നമ്പർ ദാറ്റ് ഹാസ് നോ ഫ്രാക്ഷണൽ പാർട്ട്. അപ്പം അതിന് എക്സാമ്പിൾസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ ഇൻറ്റീജേഴ്സ് അല്ലാത്ത കേസാണ് കൊടുത്തിട്ടുള്ളത്. Then ഇപ്പോൾ ഇൻറ്റീജേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഡിഫറെൻറ്റ് സൈസിൽ വരാം അല്ലേ? അതായത് ഷോർട്ട് ഇൻറ്റീജേഴ്സ് വരാം, അതുപോലെ തന്നെ ലോങ് ഇൻറ്റീജേഴ്സ് ഉണ്ട്. ഷോർട്ട് ഇൻറ്റീജേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ? 2 bytes ആണ്. ലോങ് ഇൻറ്റീജേഴ്സ് എന്ന് പറയുമ്പോഴോ 4 bytes ആണ്. ഓക്കെ, ദെൻ ഇനി ന്യൂമറിക് ടൈപ്സിൽ അടുത്ത് വരുന്നതാണ് ഫ്ലോട്ടിംഗ് പോയിന്റ്, എ നമ്പർ വിത്ത് എ ഡെസിമൽ പോയിന്റ്. അപ്പോൾ അതിന് എക്സാമ്പിൾ ആണ് കൊടുത്തിട്ടുള്ളത്. പോസിറ്റീവ് ആയിരിക്കാം, അതുപോലെ തന്നെ നെഗറ്റീവ് ആയിരിക്കാം. Floating point representation are slower and less accurate than fixed point representation. പക്ഷേ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ? They can handle a large range of numbers. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ സ്പേസും ആവശ്യമായിട്ട് വരികയാണ്. Okay, then fixed point. Data types are convenient for representing monetary values. They are often implemented internally as integers leading to predefined limits. അതാണ് ഫിക്സഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ. ഇനി ബിഗ് നം ഓർ ആർബിട്രറി പ്രിസിഷൻ. ഇവിടെ എന്ന് പറയുന്നത് ന്യൂമറിക് ടൈപ്സ് ലാക്ക് പ്രീഡിഫൈൻഡ് ലിമിറ്റ്സ്. അപ്പോൾ എന്ന് പറയുന്നത് ആക്ച്വലി ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താ? പ്രിമിറ്റീവ് ടൈപ്സിൽ ആണല്ലേ ഇതൊക്കെ വരുന്നത് അല്ലേ? അപ്പൊ എന്ന് പറഞ്ഞാൽ ശരിക്കും പ്രിമിറ്റീവ് ടൈപ്പ് അല്ല, പക്ഷേ എന്ത് ചെയ്യാണ്? ആർ യൂസ് സ്പെയറിംഗ്ലി ഫോർ എഫിഷ്യൻസി റീസൺ. ഓക്കെ, ഇതൊക്കെയാണ് പ്രിമിറ്റീവ് ടൈപ്സിൽ വരുന്ന ഡാറ്റ ടൈപ്സ്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് കോമ്പോസിറ്റ് ടൈപ്പ്. അപ്പോൾ കോമ്പോസിറ്റ് ടൈപ്സ് എന്ന് പറയുന്നത് ഡിറൈവ് ചെയ്യുന്നത് മോർ ദാൻ 1 പ്രിമിറ്റീവ് ടൈപ്സ് ആണ്. ദിസ് ക്യാൻ ബി ഡൺ ഇൻ എ നമ്പർ ഓഫ് വേസ്. ദി വേ ദേ ആർ കമ്പൈൻ ആർ കോൾഡ് ഡാറ്റ സ്ട്രക്ചേഴ്സ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ പറയാണ് അറേ ഓഫ് ഇൻറ്റീജേഴ്സ്. അപ്പോൾ composing a primitive type into a compound type generally result in a new type. അപ്പോൾ array of integers എന്ന് പറയുമ്പോൾ എന്താ? It's a different type to integer. Okay, ഇനി അതാണ് നമുക്ക് നോക്കേണ്ടത് കോമ്പോസിറ്റ് ടൈപ്സിൽ വരുന്ന ഡാറ്റ ടൈപ്സ്. Then composite typeൽ ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത് array ആണ്. An array also called vector, list or sequence. അപ്പോൾ എന്ന് പറയുന്നത് store number of elements. അതുപോലെ തന്നെ അവിടുത്തെ ഓരോ ഇൻഡിവിജ്വൽ എലമെന്റിലേക്കുള്ള ആക്സസ് എന്ന് പറയുന്നത് റാൻഡം ആക്സസ് ആണ് അല്ലേ? ദെൻ അതിലുള്ള അറേയിലുള്ള എല്ലാ എലമെന്റ്സിനും സെയിം ടൈപ്പ് ആയിരിക്കണം. അതുപോലെ അറേ സൈസ് എന്ന് പറയുന്നത് ഫിക്സഡ് ലെങ്ത് ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ്? എക്സ്പാൻഡബിൾ ആണ്. ദെൻ റെക്കോർഡ് ഓൾസോ കോൾഡ് ട്യൂപ്പിൾ ഓർ സ്ട്രക്ട്. അപ്പോൾ റെക്കോർഡ് എന്ന് പറയുന്നത് സിംപ്ലസ്റ്റ് ഡാറ്റ സ്ട്രക്ചർ ആണ്. അതുപോലെ റെക്കോർഡ് എന്ന് പറയുന്നത് എന്താണ്? വാല്യൂ ആണ് അല്ലേ? എ റെക്കോർഡ് ഈസ് എൻ വാല്യൂ that contains other value. അപ്പോൾ ഇവിടെ ഫിക്സഡ് നമ്പർ ആയിരിക്കും, അതുപോലെ തന്നെ സീക്വൻസ് ആണ്, ആൻഡ് ടിപ്പിക്കലി ഇൻഡെക്സ്ഡ് ബൈ നെയിംസ്. അപ്പോൾ അതിലെ എലമെന്റ്സ് ഓഫ് റെക്കോർഡ്സ് പറയുന്നതാണ് ഫീൽഡ് ഓർ മെമ്പേഴ്സ്. നമുക്കറിയാവുന്ന കാര്യമാണ്. ഇനി നോക്കേണ്ടത് യൂണിയൻ ടൈപ്പ് ആണ്. അപ്പോൾ യൂണിയൻ ടൈപ്പ് എന്ന് പറയുമ്പോൾ അതായത് സെയിം മെമ്മറി ലൊക്കേഷനിൽ ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സിന് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പക്ഷേ അറ്റ് എ ടൈം ഒരു ടൈപ്പ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അലോ ചെയ്ത് കൊടുക്കുള്ളൂ. അപ്പം അതാണ് പറയുന്നത്
A union type definition will specify which of a number of permitted primitive types may be stored in its instance. Example, float or long integers. In a union, there is only one type allowed at a time. അതിൽ വരുന്നതാണ് tagged union. അപ്പോൾ എന്ന് പറയുമ്പോൾ additional field ഉണ്ട്. അത് പറയുന്നത് indicating its current type for enhanced type safety. Okay. ഇനി നോക്കേണ്ടത് സെറ്റ് ആണ്. അപ്പോൾ സെറ്റ് എന്ന് പറയുന്നത് abstract data structure ആണ്. അപ്പോൾ അതിലെന്താ വാല്യൂസ് ഉണ്ട് അല്ലേ? അപ്പോൾ അവിടുത്തെ വാല്യൂസ് എന്ന് പറയുമ്പോൾ ഒരു ഓർഡർ ഉണ്ടായിരിക്കില്ല. ഓക്കെ, വിത്തൗട്ട് എനി പെർട്ടിക്കുലർ ഓർഡർ. അതുപോലെ തന്നെ വാല്യൂസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? നോൺ റിപ്പീറ്റഡ് വാല്യൂസ് ആണ്. ഓക്കെ, ദെൻ ഇനി നോക്കേണ്ടത് ഒബ്ജക്റ്റ്. അപ്പോൾ ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ കണ്ടെയ്ൻസ് എ നമ്പർ ഓഫ് ഡാറ്റ ഫീൽഡ് ലൈക്ക് എ റെക്കോർഡ് ആൻഡ് ഓൾസോ എ നമ്പർ ഓഫ് സബ് റൂട്ടീൻ ഫോർ അസസിങ് ഓർ മോഡിഫൈങ് ദം. അതായത് എന്താ? മെത്തേഡ്സ് അല്ലേ? ഫോർ എക്സാമ്പിൾ, എ ലിങ്ക്ഡ് ലിസ്റ്റ് ക്യാൻ സ്റ്റോർ ദി സെയിം ഡാറ്റ ആസ് ആൻ അറേ. അപ്പം അങ്ങനെ വരുമ്പോൾ അവിടുത്തെ ആക്സസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? സീക്വൻഷ്യൽ ആക്സസ് rather than random and is built up of records in dynamic memory. ഓക്കെ, അപ്പോൾ അതാണ് ഒബ്ജക്റ്റിൽ പറയുന്നത്. ഇനി നോക്കേണ്ടത് എന്യൂമറേഷൻ ടൈപ്പ് ആണ്. അപ്പോൾ എന്യൂമറേഷൻ ടൈപ്പിൽ വരുന്ന വാല്യൂസ് എന്ന് പറയുന്നത് ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ് ആയിരിക്കും. അതായത് അത് കമ്പയർ ചെയ്യാം, അസൈൻ ചെയ്യാം. ഓക്കെ, പക്ഷെ അതിനൊരു പ്രോപ്പർ ആയുള്ള റെപ്രസെൻറ്റേഷൻ ഉണ്ടാവില്ല കമ്പ്യൂട്ടർ മെമ്മറിയിൽ. അപ്പോൾ ഇവിടെ കമ്പൈലേഴ്സ് ആൻഡ് ഇന്റർപ്രിറ്റേഴ്സ് ക്യാൻ റെപ്രസെന്റ് ദം ആർബിട്രറിലി. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ആണ് പറയുന്നത്. ദി 4 suits in a deck of playing cards may be 4 enumerators named club, diamond, heart, bird. അപ്പോൾ ഇത് പറയുന്നത് belong to an enumerator type named suit. അപ്പോൾ b എന്ന് പറയുന്നത് വേരിയബിൾ ആണ്. If a variable b is declared having suit as its data type, one can assign any of those 4 values to it. Okay. അതാണ് എന്യൂമറേഷൻ ടൈപ്പ് പറയുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി നോക്കേണ്ടത് സ്ട്രിംഗ് ആൻഡ് ടെക്സ്റ്റ് ടൈപ്പ്. അപ്പോൾ സ്ട്രിംഗ് എന്ന് പറയുന്നത് എന്താ? അതായത് സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ് സ്ട്രിംഗ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കാം? അതായത് വിച്ച് മേ ബി എ ലെറ്റർ ഓഫ് സം ആൽഫബറ്റ്, എ ഡിജിറ്റ്, എ ബ്ലാങ്ക് സ്പേസ് അല്ലേ? അതിന് എക്സാമ്പിൾ ആണ് കൊടുത്തിട്ടുള്ളത്. അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ a string which is a sequence of characters, then strings are typically used to represent words and text. Then ഇനി നോക്കേണ്ടത് other types. അപ്പോൾ ഇതുവരെ നമ്മൾ നോക്കിയുള്ള types എന്ന് പറയുന്നത് ശരിക്കും basic types ആണ് അല്ലേ? അപ്പോൾ types can be based on or derived from the basic type. In some languages such as C, function have a type derived from the type of their return value. നമ്മൾ പ്രോഗ്രാമിൽ യൂസ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ? അതായത് റിട്ടേൺ വാല്യൂവിൻ്റെ ടൈപ്പ് അനുസരിച്ചിട്ട് എന്ത് ചെയ്യുക? ഫംഗ്ഷൻ ടൈപ്പ് എന്ന് പറയുന്നത് ഡിറൈവ് ചെയ്തെടുക്കുന്നത് അല്ലേ? അപ്പോൾ അതിൽ വരുന്നതാണ് പോയിന്റേഴ്സ് ആൻഡ് റെഫറൻസസ്, അതുപോലെ തന്നെ ഫംഗ്ഷൻ ടൈപ്സ്, അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്സ്. അപ്പോൾ എന്താണ് ഒരു അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത്? എനി ടൈപ്പ് ആയിരിക്കാം ദാറ്റ് ഡസ് നോട്ട് സ്പെസിഫൈ ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഈസ് ആൻ അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റാക്ക് എന്ന് പറയുന്ന ഒരു അബ്സ്ട്രാക്ട് ടൈപ്പ് ആണ്. അതായത് അറേ ആയിട്ടും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും, അതുപോലെ ലിങ്ക്ഡ് ലിസ്റ്റ് ആയിട്ടും എന്ത് ചെയ്യാൻ പറ്റും? ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിൽ വരുന്ന കുറച്ച് എക്സാമ്പിൾസ് ആണ് ക്യൂ. അപ്പോൾ ക്യൂ എന്ന് പറയുമ്പോൾ എന്താ? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ് അല്ലേ? അപ്പോൾ അതിൻ്റെ വേരിയേഷൻസ് എന്ന് പറയുന്നത് ഡി ക്യൂ, അതുപോലെ തന്നെ പ്രയോറിറ്റി ക്യൂ. ഇനി അതുപോലെ എ സെറ്റ്. എ സെറ്റ് ക്യാൻ സ്റ്റോർ സെർട്ടൈൻ വാല്യൂസ് വിത്തൗട്ട് എനി പർട്ടിക്കുലർ ഓർഡർ ആൻഡ് വിത്ത് നോ റിപ്പീറ്റഡ് വാല്യൂസ്. അതുപോലെ സ്റ്റാക്ക് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഡാറ്റ സ്ട്രക്ചർ ആണ്. ട്രീ എന്ന് പറയുന്നത് ഒരു ഹയറാർക്കിക്കൽ സ്ട്രക്ചർ ആണ്. അതുപോലെ ഗ്രാഫ് വരുന്നുണ്ട്, ലിസ്റ്റ് വരുന്നുണ്ട്, അതുപോലെ എ ഹാഷ്, ഡിക്ഷണറി, മാപ്പ് ഓർ അസോസിയേറ്റീവ് അറേ എന്ന് പറയുന്നത് മോർ ഫ്ലെക്സിബിൾ വേരിയേഷൻ ഓൺ എ റെക്കോർഡ് ഇൻ വിച്ച് നെയിം വാല്യൂ പെയർ ക്യാൻ ബി ആഡഡ് ആൻഡ് ഡിലീറ്റഡ് ഫ്രീലി. അതുപോലെ എ സ്മാർട്ട് പോയിന്റർ ഈസ് ദി അബ്സ്ട്രാക്ട് കൗണ്ടർ പാർട്ട് ടു എ പോയിന്റർ. ഓക്കെ, ഇതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾസിൽ നോക്കേണ്ടത്. ഇനി വരുന്നത് യൂട്ടിലിറ്റി ടൈപ്സ്. അപ്പോൾ എന്ന് പറയുന്നത് ഒരു റെഡിമെയ്ഡ് റിയൽ വേൾഡ് ടൈപ്സ് ആണ്. ഫോർ കൺവീനിയൻസ് ഹൈ ലെവൽ ലാംഗ്വേജസ് മേ സപ്ലൈ റെഡിമെയ്ഡ് റിയൽ വേൾഡ് ഡാറ്റ ടൈപ്സ്. ഫോർ ഇൻസ്റ്റൻസ് ടൈം, ഡേറ്റ്സ് ആൻഡ് മോണിറ്ററി വാല്യൂസ് ആൻഡ് മെമ്മറി, ഈവൻ വേർ ദി ലാംഗ്വേജ് അലോ ദം ടു ബിൽഡ് ഫ്രം പ്രിമിറ്റീവ് ടൈപ്സ്. അതാണ് യൂട്ടിലിറ്റി ടൈപ്സിൽ പറയുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ് ടൈപ്പ് സിസ്റ്റം.
ഓക്കെ, അപ്പോൾ ടൈപ്പ് സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താ? അതായത് ടൈപ്പ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ അതിൻ്റെ കമ്പ്യൂട്ടഡ് വാല്യൂസും ഉണ്ടായിരിക്കും. എ ടൈപ്പ് സിസ്റ്റം അസോസിയേറ്റ് ടൈപ്സ് വിത്ത് കമ്പ്യൂട്ടഡ് വാല്യൂസ്. By examining the flow of this value, a type system attempts to prove that no type errors can occur. Okay, അപ്പോൾ type system consists of mechanism for defining types and associating them with certain language construct. അപ്പോൾ എന്തൊക്കെയാണ് construct എന്ന് പറയുമ്പോൾ? Include named constants, അതുപോലെ variables, record field, parameters and sometimes subroutines. Okay, അതാണ് type system എന്ന് പറയുമ്പോൾ. അതുപോലെ തന്നെ ടൈപ്പ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് എ സെറ്റ് ഓഫ് റൂൾസ് ഫോർ ടൈപ്പ് ഈക്വലൻസ്, ടൈപ്പ് കോമ്പാറ്റബിലിറ്റി ആൻഡ് ടൈപ്പ് ഇൻഫറൻസ്. അപ്പോൾ അതിൽ ടൈപ്പ് ഈക്വലൻസ് റൂൾസ് എന്ന് പറയുന്നത് ഡിറ്റർമിൻ വെൻ ദി ടൈപ്പ് ഓഫ് ടു വാല്യൂസ് ആർ ദി സെയിം. അതുപോലെ ടൈപ്പ് കോമ്പാറ്റബിലിറ്റി റൂൾസ് ഡിറ്റർമിൻ വെൻ എ വാല്യൂ ഓഫ് എൻ ഗിവൺ ടൈപ്പ് ക്യാൻ ബി യൂസ്ഡ് ഇൻ എ ഗിവൺ കോണ്ടെക്സ്റ്റ്. അതുപോലെ type inference rule define the type of an expression based on the type of its constituent part or the surrounding context. Okay, അപ്പോൾ ഈ 3 റൂളുകൾ ഉണ്ടല്ലോ, അതാണ് ഇനി അടുത്ത ടോപ്പിക്കിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അതാണ് ടൈപ്പ് ചെക്കിംഗ് എന്ന് പറഞ്ഞിട്ടാണ് അടുത്ത ടോപ്പിക് പറയുന്നത്. അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഇത് നോക്കേണ്ട ഒരു കാര്യമാണ് ടൈപ്പ് ചെക്കിംഗ്. അതായത് ടൈപ്പ് ചെക്കിംഗ് എന്ന് പറയുന്നത് സെക്കൻഡ് മോഡ്യൂളിലെ തേർഡ് ടോപ്പിക് ആണ്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽ നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ 3 റൂൾസ് ഉണ്ടല്ലോ, അത് ശരിക്കും ടൈപ്പ് ചെക്കിങ്ങിൽ വരുന്ന കാര്യമാണ്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ എന്താണ് ടൈപ്പ് ചെക്കിംഗ് എന്ന് മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതായത് ടൈപ്പ് കോമ്പാറ്റബിലിറ്റി റൂൾസ് ഉണ്ടല്ലോ, അതെന്ന് പറയുന്നത് പ്രോഗ്രാം ഒബേ ചെയ്യുന്നുണ്ടോ എന്ന് എൻഷുർ ചെയ്യുന്ന പ്രോസസ്സാണ് ടൈപ്പ് ചെക്കിംഗ്. Type checking is the process of ensuring that a program obeys language type compatibility rules. ഇനി ഇതിൽ എന്തെങ്കിലും വയലേഷൻ സംഭവിക്കുകയാണെങ്കിൽ അപ്പോൾ അവിടെ എന്തുണ്ടാവും? ടൈപ്പ് ക്ലാഷ് വരും. ഓക്കെ, ഇനി അതിൽ വരുന്ന 3 കാര്യങ്ങളാണ് സ്ട്രോങ് ടൈപ്പ്, സ്റ്റാറ്റിക് ടൈപ്പ്, അതുപോലെ തന്നെ ഡൈനാമിക് ടൈപ്പിംഗ്. അപ്പോൾ അതിൽ സ്ട്രോങ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ അതായത് ഡാറ്റയിലേക്ക് ഓപ്പറേഷൻസ് ഒന്നും തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റാതെ വരുന്ന സിറ്റുവേഷൻ. Strong type means the language prevents you from applying an operation to data on which it is not appropriate. Okay, അതായത് strongly typed languages always detect type errors. ഇനി സ്റ്റാറ്റിക് ടൈപ്പിംഗ് ആണെങ്കിൽ ഇവിടെ ടൈപ്പ് ചെക്കിംഗ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? കമ്പൈൽ ടൈമിലായിരിക്കും. ഡൈനാമിക് ടൈപ്പിംഗ് ആണെങ്കിലോ ടൈപ്പ് ചെക്കിംഗ് എന്ന് പറയുന്നത് റൺ ടൈമിലായിരിക്കും. ഓക്കെ, അതായത് ടൈപ്പ് കോമ്പാറ്റബിലിറ്റി റൂൾ എന്ന് പറയുന്നത് പ്രോഗ്രാംസ് ഒബേ ചെയ്യുന്നുണ്ടോ എന്ന് എൻഷുർ ചെയ്യലാണ് ടൈപ്പ് ചെക്കിംഗ് എന്ന് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇനി നേരത്തെ പറഞ്ഞതിൻ്റെ എക്സാമ്പിൾസ് ആണ് നോക്കേണ്ടത്. അതായത് പാസ്കൽ എന്ന് പറയുന്നത് സ്റ്റാറ്റിക്കലി ടൈപ്പ് ലാംഗ്വേജ് ആണ്, ജാവ എന്ന് പറയുന്നത് സ്ട്രോങ്ലി ടൈപ്ഡ് ആണ്, സി എന്ന് പറയുന്നത് നോട്ട് സ്ട്രോങ്ലി ടൈപ്ഡ് ആണ് ബട്ട് ഇറ്റ് ഈസ് സ്റ്റാറ്റിക്കലി ടൈപ്ഡ് ആണ്. അതുപോലെ പൈത്തൺ എന്ന് പറയുന്നത് സ്ട്രോങ്ലി ടൈപ്ഡ് ആണ് ബട്ട് ഈസ് ഡൈനാമിക് ആണ്, നോട്ട് സ്റ്റാറ്റിക്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് ബേസിക് ആയുള്ള കാര്യങ്ങളാണ് നോക്കിയത്. സെക്കൻഡ് മോഡ്യൂളിൽ ഫസ്റ്റ് വരുന്ന 2 ടോപ്പിക്സ് ആണ് നോക്കിയുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമുക്കിനി ടൈപ്പ് ചെക്കിംഗ് നോക്കണം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ അതുവരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ.